ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന സങ്കീർത്തനം 17-ാമത്തെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തന പഠനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നോക്കാം 17-ാം സങ്കീർത്തനം. 17-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ നിന്ന് തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൻ്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്, അല്ലെങ്കിൽ ദാവീദാണ് ഈ 17-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ. 15 വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ ഉള്ളത്. ഇത് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദർഭം വ്യക്തമല്ല, എങ്കിലും വേദപണ്ഡിതന്മാർ ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പ്രധാനമായിട്ടും 2 അഭിപ്രായങ്ങളാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഉള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, ശൗൽ രാജാവ് ദാവീദിനെ പിടിക്കാനായി തീവ്ര പരിശ്രമം ചെയ്യുന്ന കാലത്ത് ഈ സങ്കീർത്തനം എഴുതിയെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. 1 ശമൂവേൽ 27-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ആ സന്ദർഭം കാണുന്നു. മറ്റൊരു അഭിപ്രായമുള്ളത്, ദാവീദ് യോനാഥാനുമായി വേർപിരിഞ്ഞ ശേഷം ഏൻഗെദി ദുർഗങ്ങളിൽ പാർക്കുന്ന കാലത്ത് ഈ സങ്കീർത്തനം രചിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 1 ശമൂവേൽ 23-ന്റെ 29-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. അങ്ങനെ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് 2 അഭിപ്രായങ്ങളാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഇനി നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ വിഭജനം നോക്കാം. 15 വാക്യങ്ങളുള്ള 17-ാം സങ്കീർത്തനത്തെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഇതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നീതിമാൻ്റെ പ്രാർത്ഥന കാണാം. 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ രക്ഷയ്ക്കായുള്ള അപേക്ഷ. 14-15 വാക്യങ്ങൾ നീതിമാനും ദുഷ്ടനും ലഭിക്കുന്ന ഓഹരി. ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാം. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു പറയുന്ന ചില കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് താൻ ദൈവത്തോട് പറയുന്നത്: യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വീതി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നിൻ്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എൻ്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിൻ്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. ഇവിടെ ദാവീദിന് ദൈവത്തോട് പറയാനുള്ളത് തൻ്റെ നിലവിളിയെ കേൾക്കണം. തൻ്റെ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രദ്ധിക്കണം. അതുപോലെ തൻ്റെ വായിൽ ലംഘനമില്ല. താൻ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. ദാവീദിൻ്റെ നടപ്പ് ദൈവത്തിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. ഇങ്ങനെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. ന്യായാധിപനായ ദാവീദ് രാജാവ് ജനത്തിന് ന്യായം വിധിക്കുന്നവനാണ്. എന്നാൽ തൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവം ന്യായാധിപനായി ഇരിക്കണമെന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാരണം ദാവീദ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളെ പിൻപറ്റുന്നു. അതിൽ നിന്ന് അണുവിട വിടാതെ ദൈവവഴികളിൽ നടക്കുന്നതുകൊണ്ട് തൻ്റെ ന്യായാധിപനായിട്ട് അവൻ ദൈവത്തെ കാണുന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്,
ദൈവ വഴികളിൽ നടക്കുന്ന ദൈവ പൈതലിൻ്റെ കാര്യം തീർക്കുന്നത് ലോക കോടതിയല്ല, മറിച്ച് സർവശക്തനായ ദൈവമാണെന്നുള്ളതാണ്. മനുഷ്യൻ ന്യായം നൽകാതിരിക്കുമ്പോൾ ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന പ്രിയ ദൈവ പൈതലെ, നിന്റെ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കുന്നവൻ നിന്റെ ദൈവമാണ്. 138 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ഒരു ന്യായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? നിന്റെ വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ന്യായത്തെ കേട്ട് നിനക്കുള്ള വിധി ദൈവസന്നിധിയിൽ നിന്നും പുറപ്പെടുക തന്നെ ചെയ്യും. ഇനി 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. ഇങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്: ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവി എങ്കിലേക്ക് ചായിച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളോവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായുകൊണ്ട് വമ്പു പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ, എഴുന്നേറ്റ് അവനോടെതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എൻ്റെ പ്രാണനെ നിൻ്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. ഇവിടെ ദാവീദ് ദൈവിക സംരക്ഷണത്തിനായി അപേക്ഷിക്കുന്നു. 2 വിധ കാര്യങ്ങളിൽ നിന്നാണ് ദൈവം അവനെ വിടുവിക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. 9 വാക്യത്തിൽ പറയുന്ന എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും. അപ്പോൾ ഒന്നാമത്തെ കാര്യം താൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അപേക്ഷിക്കുന്നത് തന്നെ ചുറ്റി വളയുന്ന ശത്രുക്കളിൽ നിന്നും തന്നെ വിടുവിക്കണമെന്നാണ്. രണ്ടാമത് 14 വാക്യത്തിൽ വായിക്കുന്ന തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അപ്പോൾ രണ്ടാമത് താൻ ആഗ്രഹിക്കുന്നത് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നുമുള്ള വിടുതലാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവമക്കളുടെ ശത്രുക്കളും ഈ കൂട്ടർ ആണെന്ന് കാണാം. ആത്മീകമായി മുന്നേറുവാൻ ആഗ്രഹിക്കുന്നവരെ ലോകപരമായ കാര്യങ്ങളിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നവരാണ് ലൗകിക പുരുഷന്മാർ. അങ്ങനെയെങ്കിൽ ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ലൗകിക പുരുഷന്മാരിൽ നിന്നും തന്നെ ചുറ്റി വളയുന്ന ശത്രുക്കളിൽ നിന്നും തന്നെ വിടുവിക്കുവാൻ ദൈവം തൻ്റെ കരം നീട്ടണമെന്നാണ്. ഇനി നമുക്ക് അവസാന വാക്യങ്ങൾ നോക്കാം. അവസാന വാക്യങ്ങളിൽ നീതിമാനും ദുഷ്ടനും ലഭിക്കുന്ന ഓഹരിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 14-15 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ശത്രുക്കളുടെ ഓഹരി ഈ ആയുസ്സിലായിരിക്കുമ്പോൾ ദൈവ പൈതലിൻ്റെ ഓഹരി ദൈവസന്നിധിയിലാണ്. 16 സങ്കീർത്തനം 5 വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നു. പ്രിയ ദൈവ പൈതലേ, നിൻ്റെ അവകാശത്തെയും ഓഹരിയെയും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതവൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. ദാവീദ് ദൈവത്തിൽ പ്രത്യാശിക്കുന്ന ശ്രേഷ്ഠമേറിയ കാര്യം ഈ വാക്യത്തിൽ നാം കാണുന്നു. ഇനി അവസാന വാക്യത്തിൽ ദാവീദിൻ്റെ പ്രത്യാശ താൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. ദാവീദ് പറയുകയാണ്: ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും.
27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. 27-ന്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു, നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മുഖം ഒരു ദൈവ പൈതൽ കാണുന്നത് നീതിയിലാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണുമെന്ന്. മാത്രമല്ല, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. അപ്പോൾ നീതിയിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടെങ്കിൽ മരണമെന്ന നിദ്ര വിട്ടുണരുമ്പോൾ അവൻ്റെ രൂപം നാം കാണും. ഈ സങ്കീർത്തനം പ്രാർത്ഥനയിൽ ആരംഭിച്ച് വലിയ പ്രത്യാശയിൽ അവസാനിക്കുന്നു. പ്രാർത്ഥിക്കുന്നവന് പ്രത്യാശിക്കുവാൻ വക നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ആകയാൽ മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിച്ച് ദൈവമുഖം അന്വേഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം ഒരു വിടുതലായി നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കട്ടെ. അടുത്ത സങ്കീർത്തനവുമായി വരുന്നതുവരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ. എല്ലാവരെയും ദൈവം പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.